ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പവിത്രം സീരിയൽ ഏഷ്യാനെറ്റിൽ തന്നെ വളരെ മികച്ച സീരിയലാണ്. പവിത്രം സീരിയലിന്റെ ക്ലൈമാക്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആ സീരിയൽ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ രണ്ടാം ഭാഗം ഇറങ്ങുമെന്നാണ് സൂചന. എന്തായാലും പ്രേക്ഷകരെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, പല അന്യഭാഷകളിലും ഈ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. മലയാളത്തിലും ആ ഒരു ക്ലൈമാക്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും കഴിഞ്ഞ പോലെ തന്നെ ഈ ഒരു സീരിയലിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷേ നമുക്കൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടാം ഭാഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു സീരിയലിന് അത്രയധികം റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടും പ്രേക്ഷകരുടെ പിന്തുണയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സീരിയലിന്റെ രണ്ടാം ഭാഗം വരുന്നത്. മെയ് 18-നാണ് ഈ ഒരു സീരിയലിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും രണ്ടാം ഭാഗത്തിൽ വരാൻ പോകുന്നത് വേദയ്ക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേദ ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ വളർത്തുന്നതായിരിക്കും. ബാക്കി എല്ലാ ഭാഷകളിലും ഈ ഒരു സീരിയൽ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്റ്റോറി, അല്ലേ? എന്തായാലും വിക്രമം പുറത്തിറങ്ങുന്ന കാര്യത്തിൽ നമുക്ക് സംശയം തന്നെയാണ്. കാരണം ദർശൻ അത്രയും വാശിയിലാണ്. സ്വന്തം അച്ഛനെയല്ലേ അവൻ കൊന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും പുറത്തിറക്കാൻ ദർശൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദ കഷ്ടപ്പെട്ട് സ്വന്തം കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുന്നതായിരിക്കും ഇനിയുള്ള സീസണിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ ജനിക്കും. ഒരു കംസനും ഞാനതിന് വിട്ടുകൊടുക്കില്ല. വിധിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും ആ കുഞ്ഞ് തന്നെ നേടും. ഇതാണ് വേദ പറയുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, എന്തായാലും വേദ കഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് തന്റെ കുഞ്ഞിനെ നോക്കും. കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കും. എല്ലാം വിക്രം ഒരു നാൾ പുറത്തിറങ്ങുമ്പോൾ അവനായിട്ട് അവൾ ആ കുഞ്ഞിനെ സമ്മാനിക്കും. അത്രയധികം ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങളിലൂടെയാണ് കേട്ടോ ക്ലൈമാക്സ് കടന്നു പോയത്. ഇപ്പോഴും ആ തരിപ്പ് പ്രേക്ഷകർക്കൊന്നും വിട്ടുമാറിയിട്ടില്ല, അല്ലേ? ശരിയല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത സീസൺ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.